നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഈ തന്തയ്ക്കും തള്ളയ്ക്കും തരവഴിക്കും കേട്ടിട്ടും തന്ത ഉണ്ടെങ്കിലല്ലേ ഈ തള്ളയ്ക്കും തന്തയ്ക്കും കേട്ടാൽ അതിന് ചൊടിക്കത്തുള്ളൂ. പല തന്തയ്ക്കുണ്ടായ സ്വഭാവം കാണിക്കുന്ന ചില മരമാക്രികൾ നമ്മുടെ കേരളത്തിൻ്റെ പൊതു ശല്യമായിട്ട് ഇങ്ങനെ നടപ്പുണ്ട്. നമ്മുടെ പൂഞ്ഞാറിലെ 2-3 വിഴുപ്പ് പാണ്ടങ്ങളുണ്ടല്ലോ, നമ്മുടെ ചക്കരപ്പെണ്ണിൻ്റെ ചക്കരക്കുട്ടൻ 400 നമ്പർ നൂമ്. അപ്പം ഈ ഒരു സാധനം കേരളത്തിലെ എണ്ണം പറഞ്ഞ വർഗീയവാദികളിൽ ഒരുത്തനായിട്ടുള്ള മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന കള്ള് കച്ചവടം ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഊള ഉറക്കം എഴുന്നേറ്റാൽ ഇവിടുത്തെ ഒരു സമുദായത്തെ കുറിച്ചിട്ട് നിരന്തരം പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ വൃത്തികെട്ട ഊളയെ ന്യായീകരിച്ചുകൊണ്ട് ഈ പോങ്ങം വന്നപ്പോഴത്തേക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഉളുപ്പുണ്ടോ ഈ നാറിക്കൊക്കെ? ഇവനിക്കൊക്കെ മാനാഭിമാനമുള്ളവനാണോ ഇവനൊക്കെ? കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ പറയപ്പെടുന്ന ആളെ ഇയാൾ തന്നെ പറഞ്ഞ് ഇവൻ ഈ കേരളത്തിന്റെ പൊതു കക്കൂസാണ്, ഇവൻ ക്ലോസറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ ഈ ഊളയാ ഇപ്പൊ ന്യായീകരിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവൻ ഏത് ഗണത്തിൽപ്പെട്ടതാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പം മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് ഈ വേട്ടാവളിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം 100% അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ പൂഞ്ഞാറിന്റെ വിഴുപ്പുപാണ്ടം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? രാജ്യത്തിനോട് കൂറുള്ളവരാ. രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവർ ചെയ്തതുപോലൊന്നും ഇവിടുത്തെ മറ്റു സമുദായക്കാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ഓന്തിന്റെ നിറം മാറുന്നതിനെക്കാട്ടിലും സ്പീഡിലാണ് ഈ ഊള സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം തരം സെപ്റ്റി ടാങ്ങായിട്ടുള്ള ഈ വൃത്തികെട്ടവൻ പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കുന്നതിന് മുമ്പ് ഇവനെ കുറിച്ചിട്ട് ഈ എണ്ണം പറഞ്ഞ വർഗീയവാദികളിൽ പെട്ടിട്ടുള്ള ഒരു വൃത്തികെട്ട മറ്റൊരു ഊള പറഞ്ഞത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. വീഡിയോ മിസ് ചെയ്യരുത്, കാണണം. PC ജോർജ് എന്ന് പറഞ്ഞാൽ വാബോയോട് കോടാലിയല്ലേ? അത് വല്ല അതൊക്കെ വെറും ആളുകളെല്ലാം ചവച്ചു തുപ്പി കളഞ്ഞ ഒരു ചുച്ചിഷ്ടമാണ്. ആർക്കും വേണമായിട്ട് അവസാനം പോയി ലയിച്ചതല്ലേ BJP. സ്വന്തം ആസ്തിത്വം ഇല്ലാത്തതുകൊണ്ടല്ലേ ആദ്യം ജനപക്ഷം എന്ന് പറയുന്നത്. ആ പക്ഷം കൊണ്ടുനടക്കാൻ നിവൃത്തിയില്ല എന്നപ്പോൾ ആ പക്ഷം വിട്ടിട്ട് അദ്ദേഹം കൊണ്ടുപോയി ഇന്നിപ്പോൾ BJP ലയിച്ചു. BJPക്കാർക്ക് ഒരു അബദ്ധം പറ്റിയും. അവർ ഈ PC ജോർജിനല്ല ഉദ്ദേശിച്ചത്, മകനെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പം മകനെ അടുപ്പിക്കാതെ അക്ബറാണ് ഇപ്പോൾ മുമ്പിൽ ചാടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ആർക്ക് വേണം? അത് ഒരു പഴംതുണി, പഴങ്കഞ്ഞി, കാലഹരണപ്പെട്ടൊരു സാധനം. നേരും നിറവും വഴിയേ പോയിട്ടില്ല. രാവിലെ എന്ന് പറയും, ഉച്ചയിൽ നിലപാട് മാറും. ഓരോരുത്തരും കണ്ട് കാണുന്ന അഴിച്ചഴിച്ച് നിലപാട് മാറ്റി ഒരു നിലപാടും ഇല്ലാതെ ആളുകളെല്ലാം അവഗണിച്ച് അഗാധയിൽ തള്ളപ്പെട്ട ഒരു രാഷ്ട്രീയ നിർദ്ദിഷ്ടജീവി PC ജോർജ്. രക്ഷപ്പെടുകയെന്നാ? ഇതുപോലെ ഒരു രക്ഷയില്ലാത്ത ഒരാളാരുണ്ട് കേരള രാഷ്ട്രീയത്തിൽ? ഇത്തരം അപഹാസ്യനും വിശ്വസിക്കാൻ കൊള്ളാത്തവനും നിലപാടില്ലാത്തവനും ചൊവ്വില്ലാത്തവനുമായ ഒരു സ്ഥാനാർത്ഥിയായി ആളുകൾ ഓർക്കുമെന്ന് മാത്രമല്ല, ചരിത്രം ഇത്രയും ഒരു ദരിദ്രവാസിയിലും നിലപാടില്ലാത്തവനും പക്ഷമായി വന്ന് ഇപ്പം പക്ഷമെല്ലാം ചിറകെല്ലാം കളഞ്ഞ് ലയിച്ചു നിൽക്കുന്ന ഒരാളാണ് PC ജോർജ്. മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചോ, കേരള രാഷ്ട്രീയത്തിൽ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളാണ് അദ്ദേഹം. അവസാനം ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്ത് മാത്രം ചീത്ത പറഞ്ഞു, പിണറായി എന്ത് മാത്രം ചീത്ത പറഞ്ഞു, പറയാത്തത് ആരെയാണ്? വെള്ളാപ്പള്ളി നടേശനെ പറ്റിയും അതോടൊപ്പം തന്നെ ഈഴവ സമുദായത്തെ പുച്ഛിച്ച് വിശ്വസിക്കാൻ കൊള്ളാത്ത നിറവില്ലാത്ത പന്നകളാണെന്ന് പറഞ്ഞ പന്നനാണ് അദ്ദേഹം. അങ്ങനെ മാണിസാറിൻ്റെ തണലിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി വളർന്ന് പന്തലിച്ച ശേഷം മാണിസാറിനെ ആ പാവത്തിന് ഇരുത്തിക്കൊണ്ട് എന്തുമാത്രം വൃത്തികേടാണ് പറഞ്ഞത്. അങ്ങനെ ആരെപ്പറ്റി എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടി പുള്ളി അങ്ങനെ വീർത്ത് കെട്ടി വന്നു. അപ്പോൾ ആർക്ക് വേണം? പള്ളിയിലെ അച്ഛന്മാരെയും കത്തനാരന്മാരെയും എല്ലാം ചീത്ത പറഞ്ഞിട്ടുണ്ട്. പറയാത്ത മുസ്ലിങ്ങളെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കൂടുതൽ ഇവന് മറുപടി കൊടുക്കേണ്ടല്ലോ അല്ലേ? ഇങ്ങനെ നിലപാടില്ലാത്ത നട്ടലിൻ്റെ ഭാഗത്ത് വാഴപ്പിണ്ടി വെച്ചുകൊണ്ട് കിടക്കുന്ന ഈ വൃത്തികെട്ടവൻ, നാഴികയ്ക്ക് 40 വട്ടം വാക്ക് മാറുന്ന ഓന്തിനെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള ഈ വൃത്തികെട്ട ആള് ഇനി ഈ പറഞ്ഞവനെ ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ശരിക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇവൻ്റെ തലയ്ക്കകത്ത് എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇവനിക്ക് ഈ അംനേഷ്യ എന്ന് പറയുന്ന എന്തോ ഒരു സാധനം പിടിപെട്ടിട്ടുള്ളതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇപ്പോൾ പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്ന കാര്യമല്ല പിന്നെ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പം എന്താണ് എന്നുകൂടെ നിങ്ങളിതും കൂടെ ഒന്ന് കേട്ടോ. ഞാൻ 100% വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുകയാണ്. ഈ രാജ്യത്തെ ഒരു സമുദായത്തിൻ്റെ പ്രിയങ്കനായ ജനനേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. പത്രക്കാരനാണെങ്കിൽ ഒരു മര്യാദ വേണ്ടേ? ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനോട് ഇച്ചിരി മാന്യമായിട്ട് സംസാരിക്കണ്ടേ? ഏത് ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ അത് മാന്യതയോടുകൂടി ചോദിക്കണം. ഈ വിഷയത്തിൽ
ബഹുമാനപ്പെട്ട SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത് 100% ശരിയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ് അതിന് എന്താ ഇത്ര വിഷമിക്കേണ്ട കാര്യം? ഈ മുസ്ലിങ്ങൾക്ക് അതിനകത്ത് ഒരു ഫീലിംഗ് ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ 55% ബാക്കി 45 ആ 45 ഹിന്ദുക്കളാണ് കൂടുതൽ. ഒരു വല്ല 2-3% കൃത്യമാണ്, ബാക്കി മുഴുവൻ ഹിന്ദുക്കളാണ്. അവിടെ 18 വിദ്യാഭ്യാസം ഉണ്ടായാലും ഒരെണ്ണം SNDPക്കും ബാക്കി 17 മുസ്ലിം ലീഗ്. അത് തെറ്റായ നടപടിയായിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ചെയ്യേണ്ടത് എന്താ? അദ്ദേഹത്തിന് 2-3 സ്കൂളുകൾ വേണേൽ കൊടുത്തേക്കണം. ആയിരക്കണക്കിന് സ്കൂളുകൾ കേരളത്തിൽ SNDPക്ക് ഒരു 3-4 സ്കൂൾ കൊടുത്തു കുഴപ്പം വല്ലതും ഉണ്ടോ? ഞാനത് കൊടുക്കണമായിരുന്നു അഭിപ്രായക്കാരന്. അതിന് വെള്ളാപ്പള്ളിയെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. മുസ്ലിങ്ങളെല്ലാം കൂടെ കൊല്ലുമെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും ഇറങ്ങുന്നത് ശരിയായ നടപടിയില്ല. മാന്യതയുള്ള മുസ്ലിം സമൂഹത്തെ ആരും ബഹുമാനിക്കും. പക്ഷേ രാജ്യദ്രോഹികളായി പാകിസ്ഥാൻ പക്ഷപാതികളായി നിന്നുകൊണ്ട് രാജ്യത്തെ എതിർക്കുന്ന മുസ്ലിം വിഭാഗം വളർന്നു വരിക. അതിലൊരു പ്രവർത്തകനാണ് ആ പത്രക്കാരനെന്നാണ് ഞാനും കരുതുന്നത്. വെള്ളാപ്പള്ളി അതാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കാൻ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അതിൽ ഉറച്ചു നിൽക്കും. എന്നെ കൊല്ലാൻ വന്നാലേ ഉമ്മാരെ കൊല്ലട്ടെ, ഞാനിതിലെ കിടപ്പുണ്ടല്ലോ, എപ്പോഴും എപ്പോൾ വേണേൽ കൊല്ലാൻ പറയാം, കൊല്ലുന്നതിന് കൊല്ലാം. പക്ഷേ ഞാനങ്ങ് പേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇത് കാണട്ടെ, അതൊന്ന് നേരിടാൻ തയ്യാറായി. ട്രെയിനിട്ടായി ഉമ്മാർ വിളിക്കുക, എവിടെ ചെല്ലണം എന്ന് ഉമ്മാർ പറഞ്ഞാൽ ഞാൻ കൂടി ചെന്നേക്കാം, ഉമ്മാർ കൊല്ലുന്ന കൊല്ലട്ടെ. ഈ സത്യം പറഞ്ഞാൽ കൊല്ലും, അതൊന്ന് കാണണമല്ലോ. ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അനുവദിച്ചത് PJ ജോസഫ്, ജേക്കബ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ്. ഞാനന്ന് LDF സർക്കാരാണ്. അന്ന് പിണറായി വിജയൻ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിയുക, അതല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല. പക്ഷേ ഇപ്പം 10 കൊല്ലം തികയുന്നു പുള്ളി മുഖ്യമന്ത്രിയായിട്ട്. ഏതെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ 10 കൊല്ലത്തിനിടയ്ക്ക് പരിഹരിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്, അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് പത്രക്കാരൻ ചോദിക്കാൻ എനിക്ക് തർക്കമില്ല. ഒരു 10-25 വയസ്സുള്ള ചെറുപ്പക്കാരെങ്കിൽ ഒരു ചന്തപ്പിള്ളേരോട് സംസാരിക്കുന്നവരൊക്കെ വെള്ളാപ്പള്ളിയോട് സംസാരിക്കാൻ പാടില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അതല്ലാതെ ഈ CPMനെ കുറ്റപ്പെടുത്തിയെന്നുകൊണ്ട് വെള്ളാപ്പള്ളി ചൊടിപ്പിച്ചെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു പ്രചരണം ഞാൻ കേട്ടു, പക്ഷെ അത് കാര്യമില്ല. പക്ഷേ അതിനകത്ത് ഒരു സത്യമുണ്ട്. 9-10 കൊല്ലം ആകുന്നു മുഖ്യമന്ത്രിയായിട്ട്. SNDPക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്ന അഭിപ്രായക്കാരനെ. അത് ചെയ്യാവുന്നതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഈ സെപ്റ്റി ടാങ്കൊക്കെ ചവിട്ടി പൊളിച്ചിട്ട് ആരെങ്കിലും അകത്ത് പോയി കിടക്കാൻ തയ്യാറാകുമോ? കേരളത്തിലെ പൊതുമാലിന്യമല്ലേ ഈ പറയപ്പെടുന്ന 2 വ്യക്തികളും. ഈ പറഞ്ഞവനിക്കൊക്കെ വല്ല വ്യക്തിത്വം ഉണ്ടോ, വല്ല ഉളുപ്പുണ്ടോ ഇവനിക്കൊക്കെ? ഇതുപോലെ രാഷ്ട്രീയക്കാരനെന്ന് പറഞ്ഞ് ഉളുപ്പുണ്ടോ ഇവനിക്കൊക്കെ? ഇവനൊക്കെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവായിട്ട് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്നത്? പറയുന്ന കാര്യമാണോ പിന്നെ പറയുന്നത്? എന്താണെങ്കിലും ആ പത്രക്കാരനുണ്ടല്ലോ, അത് തീവ്രവാദിയായിട്ടാണ്. അത് നമുക്ക് മാറ്റില്ല. പിന്നെ മാന്യതയായിട്ടുള്ള മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാന്യമായിട്ട് പെരുമാറും, മാന്യത ഇല്ലാത്ത മുസ്ലിങ്ങളോട് ഞങ്ങൾ അങ്ങനെ കാണിക്കും എന്നാണ് പറയുന്നത്. എടോ, ഈ മലപ്പുറം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഇനി ഒന്നല്ല, ഇനി സ്കൂൾ ഇല്ലെങ്കിൽ പോലും അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ നല്ല സ്നേഹത്തിലും ഐക്യത്തിലുമാണ് പോകുന്നത്. നീയൊക്കെ ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള വർഗീയത കുത്തി നിറയ്ക്കാൻ നോക്കിയാലും അവിടുത്തെ സമൂഹം ഉണ്ടല്ലോ, അവരൊരിക്കലും തമ്മിൽ തല്ലത്തുമില്ല. നിന്റെ ഒന്നും ഈ കുത്തിത്തിരിപ്പാട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ കാലേ വാരി നിന്നെയൊക്കെ നിലത്തടിക്കും. മലപ്പുറത്ത് ജോലി തേടി പോകുന്ന എത്രയോ ഹൈന്ദവനും ക്രൈസ്തവനൊക്കെ ഉണ്ടല്ലോ, ആ മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ കുറിച്ച് പറയുന്ന കേട്ടാണല്ലോ, നീയൊക്കെ പിന്നെ തലയെ കൂടെ മുണ്ടിട്ട് ഓടേണ്ടി വരും. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ഒരു സെപ്റ്റി ടാങ്കിന് ഈ ഒരു സെപ്റ്റി ടാങ്ക് അങ്ങോട്ട് താങ്ങി കൊടുത്തത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? 2 പേരും വ്യക്തിത്വമില്ലാത്ത, ഈ സമൂഹത്തിൽ ഇത്രയധികം വിഭാഗ്യതകൾ ഉണ്ടാക്കുന്ന ഈ 2 വേട്ടാവളിയന്മാരെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തിരിച്ചറിയുക. ഇതിനുള്ള കൃത്യമായിട്ടുള്ള കമന്റ് നിങ്ങൾ കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും